ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 71/24 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യ 50 ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്റ്റാണ്, PYQ വിത്ത് റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ GK കംപ്ലീറ്റ് വരുന്നതാണ്. പിന്നെ അതിൽ കുറച്ച് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും മുമ്പ് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള പോയിൻറ്സും ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. 1 മണിക്കൂറിലധികമുണ്ട്, എങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഒരു 20 മിനിറ്റ്സ് വെച്ച് ക്ലാസ് കണ്ട് ഒരു 1-2 ദിവസം കൊണ്ടൊക്കെ തീർത്താൽ മതി. കാരണം റിലേറ്റഡ് ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ പലതും നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഒരു റിവിഷൻ പോലെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 71/2024 എന്ന കോഡ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതൊരു ഡിഗ്രി പ്രിലിംസ് എക്സാം ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഡിലീറ്റഡ് ആണ്. ബാക്കിയെല്ലാം ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു 10 എണ്ണത്തിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി നമ്മുടെ വിവിധ പരീക്ഷകളിൽ 10th ലെവൽ +2 ലെവലിലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി എന്നുള്ള പ്രസ്താവന ശരിയാണ്. ദെൻ 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാം EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് അറിയാം അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. ദെൻ 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇനി ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൂടി നോക്കിയേക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്. 1924 മാർച്ച് 30-നാണ്. ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ശ്രീമൂലം തിരുനാളായിരുന്നു. ഓക്കെ, അപ്പോൾ 1924 കാലഘട്ടമാണല്ലേ. അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ദെൻ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സേതുലക്ഷ്മി ഭായി ആണ്. ആരാണ്? സേതുലക്ഷ്മി ഭായി ആണ്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ഈ EV രാമസ്വാമി നായ്ക്കരെയാണ്. നമുക്കറിയാം വൈക്കത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമുണ്ട്. അപ്പം അങ്ങനെയും ചോദിക്കാം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ്. സോ അപ്പം നമ്മൾ പറഞ്ഞത് 1924 മാർച്ച് 30-ന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ്. അവസാനിച്ച സമയത്തെ ആവട്ടെ സേതുലക്ഷ്മി ഭായി ആണ്. പിന്നെ EV രാമസ്വാമി നായ്ക്കറെ വൈക്കം വീരൻ എന്നാണ് അറിയപ്പെടുന്നത്. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ഇനി അടുത്തതാണ് വൈക്കം സത്യാഗ്രഹം നയിച്ച നേതാക്കൾ ആരാണെന്ന് ചോദിക്കാം. അതാരൊക്കെയാണ്? TK മാധവനുണ്ട്, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, പരമേശ്വരൻ പിള്ള. പേര് പഠിച്ചു വെച്ചോണേ. വൈക്കം സത്യാഗ്രഹം നയിച്ച നേതാക്കന്മാർ TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ,
പരമേശ്വരൻ പിള്ള. ഈ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയൊക്കെ നയിച്ചിട്ടുണ്ട്, അത് നമ്മളിവിടെ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് ഇതാണ്, ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ആരുടെ ഉപദേശപ്രകാരമാണ് സവർണ ജാഥ നയിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെയാണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ്. ആരാണ് സവർണ ജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭനാണ്. ഇനി ഇതേപോലെ തന്നെ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കും സവർണ ജാഥ നയിക്കപ്പെട്ടു. ഇത് നേതൃത്വം നൽകിയത് ഡോക്ടർ എം ഇ നായിഡു ആണ്. സോ ഡോക്ടർ എം ഇ നായിഡു നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് എന്ന് ഓർത്തു വച്ചേക്കുക. അതേപോലെ വൈക്കം സത്യാഗ്രഹം ഏകദേശം 603 ദിവസങ്ങളാണ് നീണ്ടു നിന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തേക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ ബാക്കി 10 ക്വസ്റ്റ്യൻസിലും 3ാമത്തെ ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഡിലീറ്റഡ് ആണ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ. സോ നമുക്കിനി നോക്കാനുള്ളത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അന്തരീക്ഷ പാളികളും അവയുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ 11ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം നമുക്ക് നോക്കാം. അതായത് സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഓസോൺ കാണപ്പെടുന്ന ലെയർ ആണെന്നുള്ള രീതിയിൽ. സോ നമുക്ക് പറയാം മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലാണ്. അടുത്തത് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അടുത്തത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറയുന്നു എന്ന സവിശേഷതയുള്ള അന്തരീക്ഷ പാളിയാണ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറയുന്നതിൻ്റെ സവിശേഷത എന്താണ്? അറോറ ബൊറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ലെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ SCERT-യിലൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. അതാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പോൾ ഇത് ഓർഡറിൽ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇതിൻ്റെ ഓർഡർ ഓർത്തിരിക്കാൻ ഞാൻ ചെറിയൊരു കോഡ് പറയാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോഡുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കോഡ് പറയുന്നത്, ആവശ്യമുള്ളവർ ആ രീതിയിൽ എളുപ്പമാണെങ്കിൽ അത് പഠിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കോഡ്. ട്രസ്റ്റ് മീ ദ എക്സ്. എന്താണ്? ട്രസ്റ്റ് മീ ദ എക്സ്. അപ്പോൾ ഇതിൽ നോക്കിക്കൊള്ളുക, ട്രസ്റ്റ് എന്നുള്ളതിൻ്റെ TRനെ പറ്റി നമ്മൾ ഓർക്കുക. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴത്തുള്ളത് എന്ന് കിട്ടും. ദെൻ ട്രസ്റ്റിലെ ST ആണ് സ്ട്രാറ്റോസ്ഫിയറിനെ സൂചിപ്പിക്കുന്നത്. സോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ മീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീസോസ്ഫിയർ ആണ്. പിന്നെ അടുത്തതോ ട്രസ്റ്റ് മീ ദ എക്സ് എന്നല്ലേ. അപ്പോൾ സോ ദി സൂചിപ്പിക്കുന്നത് തെർമോസ്ഫിയറിനെയാണ്. ആൻഡ് ലാസ്റ്റ് എക്സ് സൂചിപ്പിക്കുന്നത് എക്സോസ്ഫിയറിനെയാണ്. സോ ഈ ഒരു കോഡ് വെച്ച് നമുക്കിത് കറക്റ്റ് ഓർഡറിലൊന്ന് ഓർത്തു വെക്കാം. ഇനി SCERT-യിൽ ഇതിൻ്റെ കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയാണ്. നോക്കാം, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി ഏത് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഭൗമോപരിതലത്തിൽ നിന്നും എത്ര മീറ്റർ ഉയരം വരും എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. 13 കിലോമീറ്റർ ഉയരം വരും. ഇനി ധ്രുവപ്രദേശത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ഏകദേശം 18 കിലോമീറ്ററുമാണ് ട്രോപ്പോസ്ഫിയറിലേക്കുള്ള ഉയരം വരുന്നത്. സോ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ശരാശരി ഉയരമൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി എന്താണ് പ്രത്യേകത?
പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളി ട്രോപ്പോസ്ഫിയർ ആണ്. കാരണം ഏറ്റവും താഴെയുള്ള പാളിയാണെന്ന് പറഞ്ഞു അല്ലേ. കൂടാതെ മേഘ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. അപ്പോൾ പൊടിപടലങ്ങൾ വളരെ കൂടുതലാണ്, ജലബാഷ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പിന്നെയോ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റു തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഇവിടുത്തെ വളരെ പ്രത്യേകത ഏറിയ ഒന്നാണ് നോർമൽ ലാപ്സ് റേറ്റ്, അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയും. അതായത് ഈ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൽ ഒരു സവിശേഷതയായിട്ട് ആ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടായിരുന്നത് അല്ലേ. അതായത് നമ്മൾ കണ്ടു, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നറിയപ്പെടുന്നത്. സോ എന്താണ് ഇവിടെ നടക്കുന്നത്? ഭൗമോപരിതലത്തിൽ നിന്ന് 165 മീറ്റർ ഉയരത്തിൽ, ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ട്രോപ്പോസ്ഫിയറിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ ആണല്ലേ. ട്രസ്റ്റ് മീത എക്സ് എന്നാണ്. സോ അടുത്ത ST സൂചിപ്പിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെയാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ അവിടെ, അതായത് തൊട്ട് മുമ്പ് ട്രോപ്പോസ്ഫിയർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു 13 കിലോമീറ്റർ ആണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരം. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ കേസിലാണെങ്കിൽ 50 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. സോ സ്ട്രാറ്റോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോഴത്തേക്കും താപം വർദ്ധിച്ചായിരിക്കും വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ. ദെൻ നമ്മൾ പറഞ്ഞു ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്. ദെൻ അടുത്തത് മിസോസ്ഫിയറിലേക്ക് വരാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. അപ്പോൾ മീസോസ്ഫിയറിലും എന്താണ്, ഉയരം കൂടുന്നതനുസരിച്ച് താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -डिग्री, അതായത് -100 ഡിഗ്രി സെൽഷ്യസിൽ വരെ താഴാറുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാവുന്നത് ഈ പാളിയിൽ വെച്ചാണ്. സോ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണെന്ന് ഓർക്കുക. അതേപോലെ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാലും മീസോസ്ഫിയർ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തെർമോസ്ഫിയർ. അപ്പം എന്താണ് അടുത്ത തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകത? മീസോസ്ഫിയറിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു എന്നുള്ളതാണ് തെർമോസ്ഫിയറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഈ തെർമോസ്ഫിയറിൻ്റെ തന്നെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അതുകൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. എക്സോസ്ഫിയർ വേറെ, എക്സോസ്ഫിയർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ്.
അപ്പോൾ ഇനി അയണോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാതക തന്മാത്രകളെ അയോൺസ് ആക്കി മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് അയണോസ്ഫിയർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഇത്തരത്തിൽ വാതക തന്മാത്രകൾ അയോൺസായി മാറുന്ന പ്രക്രിയയെ അയണീകരണം അല്ലെങ്കിൽ അയണൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന അന്തരീക്ഷ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓർത്തു വെക്കേണ്ട എന്താണ്, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് കാണപ്പെടുന്നതാണ് അയണോസ്ഫിയർ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാണപ്പെടുന്ന അൾട്രാ വയലറ്റ്, അതായത് UV റേസ്, എക്സ്റേ റേസ് പോലെയുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റേസ് ആണ് വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നത്. അയോണുകൾക്ക് നമുക്കറിയാം എന്താണ്, വൈദ്യുതി കടത്തിവിടാൻ പറ്റുമല്ലേ. അയോൺസ് ആണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. സോ അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്നും കൂടെ ഓർത്തു വച്ചേക്കുക. അടുത്തതാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന പാളി ഏതാണ്? അത് എക്സോസ്ഫിയർ ആണ്. അതായത് ഏകദേശം 400 കിലോമീറ്ററിന് മുകളിലായിട്ടാണ് എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയർ ആയതുകൊണ്ട് തന്നെ എന്താണ്, വായു തന്മാത്രകളുടെ പ്രസൻസ് അവിടെ വളരെ കുറവാണ്. അതായത് ബഹിരാകാശത്തിൻ്റെ ആ ഒരു സ്പേസിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത് നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ജലപാത NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കറിയാം ദേശീയ ജലപാതകൾ 5 എണ്ണമുണ്ട്. അതിൽ NW3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൂടെ ഉള്ളതാണല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. കോട്ടപ്പുറം ടു കൊല്ലമാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, 5 ദേശീയ ജലപാതകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം ഓർത്തു വെച്ചേക്കണേ. അതായത് 1986 സ്ഥാപിതമായ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ് 1986 സ്ഥാപിതമായ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ് ഇത്തരത്തിൽ ജലപാതകളെ 5 ജലപാതകളെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. സോ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. NW1 ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ അലഹബാദ് ടു ഹാൽദിയ വരെയാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. അലഹബാദ് ടു ഹാൽദിയ വരെയാണ് ദേശീയ ജലപാത 1. അടുത്തത് NW2. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സതിയ മുതൽ ധൂബ്രി വരെയാണ്. പിന്നെ വരുന്നതാണ് ദേശീയ ജലപാത 3. നമ്മൾ പറഞ്ഞു കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. പശ്ചിമതീര കനാലാണ്. അടുത്തത് NW4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4. അടുത്തത് ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത 5. സോ ഓരോന്നും ഓർത്തു വച്ചേക്കുക. NW1 ആണെങ്കിൽ അലഹബാദ് ടു ഹാൽഡിയ, NW2 ആണെങ്കിൽ ബ്രഹ്മപുത്ര നദിയിലാണ് സതിയ മുതൽ ധൂബ്രി വരെ, NW3 ആണെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാലിലാണ്, NW4 ആണെങ്കിൽ ഗോദാവരി കൃഷ്ണ നദികൾ ആയിട്ട് ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ, NW5 ആണെങ്കിൽ പൂർവ്വതീര കനാലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ പ്രദേശങ്ങളിൽ. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഓർത്തു വെക്കേണ്ടത്, ഏറ്റവും നീളമേറിയ ദേശീയ ജലപാത ഏത്
എന്ന് ചോദിച്ചാൽ ആൻസർ NW1 ആണ്. 1620 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം വരുന്നത്. ദെൻ അതിന് ശേഷമാണ് ദേശീയ ജലപാത 4 വരുന്നത്. ഇത് 1905 കിലോമീറ്റർ ആണ്. ദെൻ മൂന്നാമത് വരുന്നത് രണ്ടാമത്തെ ദേശീയ ജലപാതയാണ്. അതായത് ബ്രഹ്മപുത്ര നദിയിലെ സതിയ മുതൽ ധൂബ്രി വരെയുള്ള അത് 891 കിലോമീറ്റർ ആണ്. സോ ഫസ്റ്റ് NW1 ആണ് 1620 കിലോമീറ്റർ. ദെൻ NW4 ആണ് 1905 കിലോമീറ്റർ. ദെൻ NW2 ആണ് 891 കിലോമീറ്റർ. അതിനുശേഷം ദേശീയ ജലപാത 5 ആണ് 623 കിലോമീറ്റർ. ലാസ്റ്റ് ആണ് നമ്മുടെ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത 3 വരുന്നത്. വെറും 205 കിലോമീറ്റർ ആണ് അതുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് വിവിധ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് പ്രോഗ്രാമിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിലേതെങ്കിലും 1 2 എണ്ണം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. കാര്യം എല്ലാവരും പഠിച്ചു പോകുന്ന ഒരു ടോപ്പിക് ആയിരിക്കില്ല ഇത്. പക്ഷേ 1 2 എണ്ണം, അതായത് നമ്മുടെ ഇന്ത്യയുടെ അറിയാമെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുടെ അറിയാമെങ്കിൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക. നമുക്കറിയാം ഇന്ത്യയുടെയാണ് ഇൻസാറ്റ്. നമ്മൾ ഇൻസാറ്റ് സീരീസിനെ പറ്റിയൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇൻസാറ്റ് ഇന്ത്യയുടെയാണ്, അതായത് B4 ആണ് വരുന്നത്. അപ്പോൾ B4 വരുന്ന 3 ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ഉൽക്ക 3 നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ, ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. അത് ആരുടെയാണ്? റഷ്യയുടെയാണ്. സോ ഡി ഏത് വരും? D3 വരും. D3 വരുന്ന ഒരെണ്ണമേ ഉള്ളൂ. സോ നോക്കിക്കൊള്ളുക, B4ഉം D3യും വന്നാൽ നമുക്ക് കിട്ടി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ബാക്കിയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഗോസ് അല്ലെങ്കിൽ GOES, ഗോസ് USA-യുടെയാണ്. സ്പോട്ട് ഫ്രാൻസിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വച്ചേക്കാം. അതേപോലെ ഇന്ത്യയുടെ മറ്റ് സാറ്റലൈറ്റുകളാണ് GSAT സീരീസ് ഉണ്ട് ഇതേപോലെ തന്നെ. പിന്നെ അതേപോലെ ആര്യഭട്ട മുതൽ വിവിധ സാറ്റലൈറ്റുകൾ ഇന്ത്യയുടേതായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതും ഒക്കെയുണ്ട്. സോ അത് സാറ്റലൈറ്റുകളെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4 ശരി എന്നുള്ളതാണ്. അതായത് ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. അതേപോലെ ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഭങ്കറിനെ പറ്റിയും ഗദറിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പഠിക്കാം. ഭാബർ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ കാണപ്പെടുന്ന ഇടുങ്ങിയ ബെൽറ്റിൽ പരുക്കൻ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഈ ഒരു മേഖല, ഭാബർ മേഖല രൂപപ്പെടുന്നത്. ദെൻ അടുത്തത് ടെറായി മേഖല. ഇടതൂർന്ന വനങ്ങളുള്ള ഒരു ചതുപ്പ് നില പ്രദേശമായ ഈ പ്രദേശത്ത് ഗണ്യമായ മഴ ലഭിക്കുന്നു. കൂടാതെ അതുല്യമായ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ടെറായി എന്ന് പറയുന്നത് എന്താണ്? അമിതമായ നനവുള്ള ഒരു മേഖലയാണെന്ന്. സോ 4ാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലേ. അതേപോലെ 1ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി അടുത്തത് ഭങ്കർ മേഖലയെ പറ്റിയാണ്. ഭങ്കർ മേഖലയെ പറ്റിയാണ്. ഈ പ്രദേശം പഴയ എക്കൽ നിക്ഷേപങ്ങൾ ഉൾക്കൊള്ളുന്നു. അല്പം ഉയർന്നായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ്. ദെൻ അടുത്തത് ഖാദർ മേഖല. നദികളോട് ചേർന്നുള്ള ഈ പ്രദേശം ഇടയ്ക്കിടെ വെള്ളപ്പൊക്കത്തിന് വിധേയമാകുന്നു. ഇത് പുതിയതും ഫലപുഷ്ടവുമായ മണ്ണിൻ്റെ നിക്ഷേപത്തിലേക്ക് നയിക്കുന്നു. സോ അതാണ് ഖാദർ മേഖലയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നാഷണൽ പാർക്ക്, അതായത് ദേശീയോദ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? നമുക്കൊക്കെ അറിയാം ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൈലന്റ് വാലിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദേശീയോദ്യാനങ്ങളെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ
പഠിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളായതുകൊണ്ട് തന്നെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ PSC മുൻപൊക്കെ കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് എന്ന് ചോദിച്ച സമയത്ത് പെരിയാറിനെ ഇൻക്ലൂഡ് ചെയ്യാതെ 5 എന്നാണ് ആൻസേഴ്സ് വന്നുകൊണ്ടിരുന്നത് ആൻസർ കീഴിലൊക്കെ. പക്ഷെ ഇപ്പോൾ 6 കറക്റ്റ് ആൻസർ. പക്ഷേ ഈ 6 എന്നുള്ള രീതിയിൽ PSC ഇതുവരെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 6 കറക്റ്റ് ആൻസർ. പക്ഷെ മുമ്പ് ഉള്ള ഉത്തരസൂചിക പ്രകാരം, അതായത് പെരിയാർ ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷവും ഒക്കെ PSC നടത്തിയ പരീക്ഷകളിൽ 5 എന്നുള്ള ആൻസറാണ് കൊടുത്തു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും 6 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇരവികുളമുണ്ട്, പെരിയാർ ദേശീയോദ്യാനമുണ്ട്, അതേപോലെ സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 6 ദേശീയോദ്യാനത്തില് 5 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? സൈലന്റ് വാലിയാണ്. ഓക്കെ, അപ്പോൾ 5 ഏതൊക്കെയാണ്? ഇരവികുളം, പെരിയാറ്, പിന്നെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഇതെല്ലാം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. ഇത് സ്ഥാപിതമായ വർഷം 1978. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇതിന്റെ വിസ്തൃതി പറയുന്നത് 97 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് പെരിയാർ ദേശീയോദ്യാനം. ഇത് ഇടുക്കി ജില്ലയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1982 സ്ഥാപിതമായത്. സോ ഇരവികുളം എന്നാണ് 1978. പിന്നെ പെരിയാർ ആണെങ്കിലോ 1982. ഇനി നമ്മൾ പറഞ്ഞു സൈലന്റ് വാലി. സൈലന്റ് വാലി 2 വർഷം കഴിഞ്ഞ് 1984. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥാപിതമാകുന്നത്. പിന്നെ അതേപോലെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണെന്ന് കൂടെ ഓർത്തു വെച്ചേക്കാം. ഇനി മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, ആനമുടിച്ചോല, പാമ്പാടും ചോല, ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതെല്ലാം സ്ഥാപിതമായതും ഒരേ ഇയർ ആണ്. ഏതാണ് ആ ഇയർ? 2003. ഏതാണ്? 2003. ഓക്കെ, അപ്പൊ അതും കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് ഓരോ ദേശീയോദ്യാനത്തിനെ പറ്റി വളരെ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു റിലേറ്റഡ് ഫാക്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഓൾറെഡി ഇതിനെപ്പറ്റി പഠിച്ചവരാണെങ്കിൽ ഒരു റിവിഷൻ ആവും. അല്ലാത്തവർക്ക് മനസ്സിലാക്കേണ്ട എല്ലാ ഫാക്റ്റുകളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിനെ പറ്റിയാണ്. നമ്മൾ കണ്ടു അല്ലെ, 1978 അത് നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഏത്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. 1978 ഇത് നിലവിൽ വന്നത്. ഇനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും ഇതിന്റെ കുറച്ച് ഭാഗം എറണാകുളം ജില്ലയിൽ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. 1978 നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ഭാഗം എറണാകുളം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ നോക്കിക്കോളുക. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഇരവികുളം ദേശീയോദ്യാനം മൂന്നാർ വന്യജീവി ഡിവിഷന്റെ കീഴിൽ കണ്ണൻ ദേവൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏത് മലനിരകളിലാണ്? കണ്ണൻ ദേവൻ മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഓർത്തു വെക്കേണ്ടത്. ഇനി അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി, 2695 മീറ്റർ ഉയരമുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്തേക്കുക. ആനമുടി ഏത് നാഷണൽ പാർക്കിനുള്ളിലാണ്? ഇരവികുളം നാഷണൽ പാർക്കിന് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇടമലയാർ വനവും പൂയംകുട്ടി വനവും കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇരവികുളം ദേശീയോദ്യാനം. പ്രശസ്തമായ ലക്കോം വെള്ളച്ചാട്ടം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആനമുടിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഈ ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അതിന്റെ ആ ഒരു കോർ ഏരിയ അഥവാ
മധ്യഭാഗം, പിന്നെ വരുന്നത് ബഫർ സോൺ, അതേപോലെ അടുത്തതാണ് ടൂറിസം മേഖല. അപ്പോൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മധ്യഭാഗം, അതിൻ്റെ ആ ഒരു കോർ ഏരിയ വരുന്നുണ്ട്, പിന്നെയോ ബഫർ സോൺ വരുന്നുണ്ട്, പിന്നെ എന്താണ് ടൂറിസം മേഖല എന്നിങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് അതിന് ഉള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ IUCN പട്ടിക പ്രകാരം, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, നിങ്ങൾ പരിസ്ഥിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാറ്റഗറി 2 ഇനത്തിൽപ്പെട്ട സംരക്ഷിത മേഖലയാണ്. ഓക്കെ, അപ്പോൾ IUCN ലിസ്റ്റിലുള്ള കാറ്റഗറി 2 ഇനത്തിൽപ്പെട്ട സംരക്ഷിത മേഖലയാണ് ഇരവികുളം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഇവിടുത്തെ പ്രത്യേകത, ഇരവികുളം ദേശീയോദ്യാനത്തിലെ പ്രത്യേകത പറയുവാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരവികുളം, അല്ലെങ്കിൽ അത് അവിടെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം ഏത് മൃഗത്തിനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വരയാടിനെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഉയർന്ന മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം ആടാണ് നീലഗിരി താർ. ഏകദേശം 750ഓളം വരയാടുകളെ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിച്ചു വരുന്നു. ഇത് ലോകത്തുള്ള മൊത്തം വരയാടുകളുടെ എണ്ണത്തിന്റെ പകുതിയാണ്. വരയാടുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായതാണ് ഇരവികുളം ദേശീയോദ്യാനം. 1975 ഇരവികുളത്തെ വന്യജീവി സങ്കേതം ആയി പ്രഖ്യാപിച്ചു. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ 1978 എന്താണ് പറഞ്ഞത്? ദേശീയോദ്യാനമാണെന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിനു മുമ്പ് 1975 എന്താണ്? ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് പിന്നീട് ദേശീയ ഉദ്യാനമായി ഉയർത്തി. സ്ട്രോബിലാന്തസ് കുന്തിന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ലോകപ്രശസ്തമായ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഈ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത്. ഇത് ഇരവികുളത്ത് കാണാറുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ശാസ്ത്രീയ നാമം ചോദിച്ചാൽ സ്ട്രോബിലാന്തസ് കുന്തിന എന്നാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിനെ പറ്റി പറയാനുള്ളത്. ദെൻ അടുത്തതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രധാനമായി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും ചോദിക്കാം, ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഈ ദേശീയോദ്യാനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മലപ്പുറം ജില്ലയിലും തമിഴ്നാട് സംസ്ഥാനത്തെ നീലഗിരി ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ്? മലപ്പുറം ജില്ലയിലും അതേപോലെ തമിഴ്നാട്ടിൽ ചെറിയൊരു പ്രദേശത്ത് നീലഗിരി ജില്ലയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിലെ നീലഗിരി മലനിരകളിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സോ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിലെ നീലഗിരി മലനിരകളിലാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി സൈലന്റ് വാലിയെ 1914 ഒരു റിസർവ് വനമായി പ്രഖ്യാപിച്ചു. എന്നാണ്? 1914 റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. ദെൻ 1984 നമ്മൾ പറഞ്ഞു എന്താണ്? ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 1985 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ആണ് ഈ ഒരു സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ പ്രധാന മേഖലയായി സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ നിശ്ചയിച്ചു. ഇത് ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണ്. ഈ പാർക്ക് കേരളത്തിൽ അവശേഷിക്കുന്ന അവസാന മഴക്കാടായി കാണുന്നു. ഇപ്പോൾ കേരളത്തിൽ അവശേഷിക്കുന്ന അവസാന മഴക്കാടായിട്ട് കണക്കാക്കുന്നത് സൈലന്റ് വാലിയാണെന്ന് ഓർത്തിക്കുക. IUCN പട്ടിക പ്രകാരം കാറ്റഗറി 2 ഇനത്തിൽപ്പെട്ട സംരക്ഷിത മേഖലയാണ് സൈലന്റ് വാലി. അപ്പോൾ ഇവിടെയും എന്താണ്? ഇരവികുളം പോലെ തന്നെ IUCN കാറ്റഗറി 2 ഉൾപ്പെട്ട ഒരു സംരക്ഷിത മേഖലയാണ് സൈലന്റ് വാലി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്? സൈലന്റ് വാലി ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലും അതേപോലെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലും ഒക്കെ ആയിട്ട് ഇത് വ്യാപിച്ച് കിടപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1914 ഇതൊരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. ദെൻ 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് ഉയർത്തി. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് ശ്രീ രാജീവ് ഗാന്ധിയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയോളൂ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കടലുണ്ടിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കടലുണ്ടിപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സൈലന്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെയാണ് കുന്തിപ്പുഴ ഒഴുകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്
സിസ്പാറ. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ ഈ ദേശീയോദ്യാനത്തിൽ ധാരാളമായിട്ട് കാണാം. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകളെ കാണുന്നത് എവിടെയാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. അങ്ങനെയും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ദേശീയോദ്യാനവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 2003 എന്നുള്ള വർഷമാണ്. ഇപ്പോൾ പാമ്പാടുംചോല ഏത് വർഷമാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏത് ജില്ലയിലാണെന്നൊക്കെ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ളത്. സോ അതിനെപ്പറ്റിയൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് PSC മുമ്പും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ നിന്ന് തന്നെ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2012 മുതൽ 17 വരെ ആയിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 2012 to 2017 ഇത് മുൻവർഷ ചോദ്യമായിട്ട്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച, അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ വളർച്ച എന്നുള്ളതാണ് 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പഞ്ചവത്സര പദ്ധതികളെ പറ്റി നമുക്ക് കുറച്ച് പഠിക്കാം. നമുക്കറിയാം 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. 1951 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് പദ്ധതികളെല്ലാം 5 വർഷത്തേക്കാണ്. പക്ഷെ 1-2 കംപ്ലീറ്റ് ആവാതെ പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1951 മുതൽ 5 വർഷത്തേക്കാണ്. സോ 56 വരെ ആയിരിക്കും. 1951 മുതൽ 56 വരെയാണ് കാലയളവ് വരുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, എന്ത് പറയാം? കാർഷിക പദ്ധതി എന്നാണ് 1ാം പഞ്ചവത്സര അറിയപ്പെടുന്നതെന്ന് പറയാം. എന്താണ്? കാർഷിക പദ്ധതി. 2ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം. പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ, അടുത്ത 5 വർഷം 56 മുതൽ 61 വരെ ആയിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഇത് ലക്ഷ്യം വെച്ചത് വ്യവസായിക വികസനമായിരുന്നു. സോ 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിലോ വ്യവസായിക മേഖലയുടെ വികസനമായിരുന്നു ലക്ഷ്യം വെച്ചത്. ഇനി 3 പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം. അടുത്ത 5 വർഷം 1961 മുതൽ 66 വരെ. ഇത് ലക്ഷ്യം വെച്ചത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഇതൊക്കെയായിരുന്നു 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി 4ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം നോട്ട് ചെയ്തേ. കാലയളവ് കൊടുത്തിരിക്കുന്നത് 1969 to 74 അതെന്താണ്? ആ ഒരു ഇടയ്ക്ക്, അതായത് 66 മുതൽ 69 വരെ പിന്നെ എന്തായിരുന്നു സംഭവിച്ചത്? പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടമായിരുന്നു. അതായത് ഈ 3ാം പഞ്ചവത്സര പദ്ധതി ഒരു പരാജയമായിരുന്നു. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വളർച്ച അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള നേട്ടമൊന്നും കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി പരാജയമായിരുന്നു. ആ പരാജയത്തെ തുടർന്ന് 66 മുതൽ 1969 വരെ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കാൻ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ദെൻ അടുത്തത് 4ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം വരുന്നത് 1969 മുതൽ 74 വരെയാണ്. അടുത്ത 5 വർഷത്തേക്കാണ് 4ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും സ്ഥിരതയോട് കൂടിയ വളർച്ച അല്ലെങ്കിൽ സാശ്രയത്വം, സാശ്രയത്വമാണ്. ഇനി അടുത്തതാണ് 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി ഘട്ടം 1974 മുതൽ 79 വരെയായിരുന്നു. അടുത്ത 5 കൊല്ലമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
5 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിച്ചു. ഓരോന്നിൻ്റെയും ഇയറും ഓർക്കുക, അതേപോലെ ലക്ഷ്യവും ഓർത്തു വെക്കുക. ഒന്നാമത്തെ ഇയറോ 51 to 56 രണ്ടാം പഞ്ചവത്സര പദ്ധതി, അങ്ങനെ 3 വരെ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം നിങ്ങൾ നോക്കിയാൽ മതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം നമ്മൾ പറഞ്ഞു പ്ലാൻ ഹോളിഡേ വന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പ്ലാൻ ഹോളിഡേ 66 മുതൽ 69 വരെ. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെ, 5 ആണെങ്കിൽ 74 to 79 ആണ്. ഇനി ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ലക്ഷ്യങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 1ഉം 2ഉം, ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് 3 ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യനിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന പരീക്ഷകളിൽ. ഏറ്റവും അടുത്ത് ചോദിച്ചതാണ് ഞാൻ ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ 5 പഞ്ചവത്സര പദ്ധതികൾ ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം. ആറാമത്തെ പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെയാണ്. അവിടെ ഒന്ന് ഇയർ നോട്ട് ചെയ്യണം. 74 to 79 ആയിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതിനുശേഷം 80 തൊട്ട് 85 വരെ ആയിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി. ഇത് കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അപ്പൊ എന്താണ്? കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഇനി അടുത്തതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി. ഇതിന്റെ കാലഘട്ടം അടുത്ത 5 വർഷം 85 മുതൽ 90 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഇതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. അടുത്തത് 8ആം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരാം. ഈ 8 മുതൽ 12 വരെ സ്ഥിരം PSC പരീക്ഷകളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ. 8ആം പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെയാണ്. മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലയളവ് 92 to 97 ആണ്. അടുത്തതാണ് 9ആം പഞ്ചവത്സര പദ്ധതി. 9ആം പഞ്ചവത്സര പദ്ധതി അടുത്ത 5 വർഷം 97 മുതൽ 2002 വരെയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവുമായിരുന്നു 9ആം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദെൻ 10ആം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ ആയിരുന്നു. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ 8ആം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയാണ്. 9 ആണെങ്കിലോ 97 മുതൽ 2002 വരെയാണ്. പിന്നെ 10 ആണെങ്കിൽ 2002 to 2007 ആണ്. ഇനി 11 ആണെങ്കിലോ 2007 മുതൽ 2012 വരെയാണ്. സമഗ്ര വികസനം, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു 11ആം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. ദെൻ 12ആം പഞ്ചവത്സര പദ്ധതി ആണെങ്കിൽ 2012 to 2017 ആണ്. സുസ്ഥിര വികസനം, അല്ലെ, നമ്മളിപ്പോൾ കണ്ടു ക്വസ്റ്റ്യനിൽ. സുസ്ഥിര വികസനമായിരുന്നു 12ആം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. അപ്പൊ ഇവിടെയും 8ആം പഞ്ചവത്സര പദ്ധതിയുടെയും 10ആമത്തതിൻ്റെയും 12ആമത്തതിൻ്റെയും ഒക്കെ ലക്ഷ്യങ്ങൾ, പ്രധാന ലക്ഷ്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് SCERTയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കോളമാണ്. സോ ഏതൊരു പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കോളം കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ കൂടി ഒന്ന് പഠിച്ചു പോകാം. ഒരുപാട് കാര്യങ്ങൾ പഞ്ചവത്സര പദ്ധതിയെ പറ്റി പഠിക്കാനുണ്ട്. എങ്കിൽ കൂടി ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നവ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇന്ത്യയിൽ ആരുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചു വെച്ചേക്ക്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ഉറപ്പായിട്ടും ഓപ്ഷനിൽ കാണും. നമുക്കത് തീർച്ചയായിട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 1ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ, 1951 മുതൽ 56 വരെ ആയിരുന്നു 1ആം പഞ്ചവത്സര പദ്ധതി, 5 വർഷത്തേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്, അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ, 1ആം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഇനി 1ആം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായിട്ടും മുൻതൂക്കം നൽകിയത് ഒന്ന് കൃഷി നമ്മൾ പറഞ്ഞു, അല്ലെ, അതേപോലെ തന്നെ ജലസേചനവും എന്താണ് 1ആം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്ത ഒന്നാണ് കേട്ടോ. ആ സമയത്ത് കുറേ ഡാമുകളൊക്കെ പണിതിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അപ്പോൾ ഏതാണ്? 1ആം പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട
ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ അല്ലെങ്കിൽ ഹരോൾഡ് ഡോമർ മാതൃക. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹരോൾഡ് ഡോമർ മോഡൽ അല്ലെങ്കിൽ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പരാമർശിച്ചത് ആരാണ്? SCERT പാഠപുസ്തകത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പരാമർശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമ്മൾ പറഞ്ഞു വലിയ ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹിരാക്കുഡ്, ദാമോദർ വാലി, ഭക്രാനങ്കൽ പോലെയുള്ള ജലസേചന പദ്ധതികൾ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC സ്ഥാപിതമാവുന്നത്. അപ്പോൾ അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ UGC വന്ന വർഷം 1953 ആണെന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. UGC 1953 സ്ഥാപിതമായത്. ഇനി അടുത്തത് വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് കാർഷിക പദ്ധതി ഏതായിരുന്നു? ഒന്നായിരുന്നു അല്ലെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ വ്യവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മഹലനോബിസ് മോഡൽ അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നതും എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ദുർഗാപൂർ, ഭിലായി, റൂർക്കേല എന്നിങ്ങനെയുള്ള ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ചോദിച്ചാലും ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതൊക്കെയാണ്? ദുർഗാപൂർ, ഭിലായി, റൂർക്കേല ഇതൊക്കെ ഇരുമ്പുരുക്ക് ശാലകളാണ്. ഇത് ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇനി ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. 61 മുതൽ 66 വരെയാണ്. അതിനുശേഷം എന്താണ്? ഈ ഒരു 61 മുതൽ 66 വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പ്ലാൻ ഹോളിഡേ 66 to 69 വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം 6 തുടങ്ങിയത് 80-ൽ. അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ആ ടേബിൾ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി. അതായത് 1978 മുതൽ 1980 വരെ റോളിംഗ് പ്ലാൻ വന്നിരുന്നു കേട്ടോ. റോളിംഗ് പ്ലാൻ ജനതാ ഗവൺമെന്റിന്റെ കീഴിലാണ് നടപ്പിലാക്കിയത്. മൊറാർജി ദേശായിയുടെ ലീഡർഷിപ്പിൽ നടപ്പിലാക്കിയതാണ്. അപ്പം അവിടെ അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് തുടങ്ങിയതാണ് ഈ 1978 റോളിംഗ് പ്ലാൻ. പിന്നെ അതിനുശേഷമാണ് ആറാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനായിരുന്നു മുൻതൂക്കം നൽകിയത്? നമ്മൾ പറഞ്ഞു അല്ലെ, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇതൊക്കെയായിരുന്നു ലക്ഷ്യം വെച്ചത്. അടുത്തത് 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത് നോക്കിക്കോ, ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മൾ ആ ടേബിൾ പഠിച്ചപ്പോൾ കണ്ടു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. അപ്പം മാനവ വികസനമുണ്ട്, അതേപോലെ എന്താണ്? വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. ഇതെല്ലാം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഇനി അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലേ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഇയർ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. 2012 to 2017 12ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. സോ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 2012 to 2017. അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന് നമ്മൾ പറഞ്ഞു, സുസ്ഥിര വികസനം അല്ലെ. അതേപോലെ ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ഇതെല്ലാം 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതാണ്. ഇത് ഇക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
പക്ഷേ ഇതിൻ്റെ ആൻസർ കീയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാരണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1935 ഏപ്രിൽ 1 ഇത് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. മുൻപ് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 എന്നൊന്ന് ഓർത്തു വച്ചേക്കാം. ഇനി ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്തു വച്ചേക്കുക. 1949 ജനുവരി 1 എന്നാണ്. 1949 ജനുവരി 1. അടുത്തത് മുമ്പും PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. അതേപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്കാണ് എന്നൊന്ന് ഓർത്തു വച്ചേക്കും. അപ്പോൾ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ കേന്ദ്ര ബാങ്ക് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി ഏതു നിയമപ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. രൂപീകരിച്ചത് 1935 നമ്മൾ പറഞ്ഞു അല്ലേ, വർഷം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് പ്രകാരമാണ് ഇത് രൂപീകരിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. ഇനി റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, ഇനി അടുത്തത് RBIയുടെ രൂപീകരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണെന്ന് ഓർത്തു വച്ചേക്കുക. അപ്പോൾ RBIയുടെ രൂപീകരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഇനി ചോദിക്കാം RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണെന്ന്. അതിനുത്തരം CD ദേശ്മുഖാണ്. ആരാണ്? CD ദേശ്മുഖാണ് RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. അതേപോലെ തന്നെ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. എന്താണ്? പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഇനി അത്രയാണ് നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. GSTയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാമല്ലോ, എപ്പോഴും വിവിധ പരീക്ഷകളിലായിട്ട് ഇപ്പോൾ GSTയിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? ഇറക്കുമതിക്ക് ചുമത്തുന്ന ഏതാണ്? IGST ആണ് അല്ലേ. അതായത് മറ്റൊരു രാജ്യത്ത് നിന്നല്ലേ, ഒരു ഇൻഡർസ്റ്റേറ്റ് കച്ചവടം അല്ലെങ്കിൽ ഒരു വ്യവസായമാണ് നടക്കുന്നത് ഇറക്കുമതി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ IGST ആണ് ചുമത്തുന്നത്. അപ്പോൾ എന്താണ് IGST? പിന്നെ ബാക്കി GSTനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം GST നിലവിൽ വന്നത് 2017 ഏത് അമെൻമെൻ്റ് ആണ്? ഏത് ഭേദഗതിയാണ്? 101 ഭേദഗതിയാണ്. ഇത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. അപ്പം 101 ഭേദഗതിയോടെയാണ് അല്ലെങ്കിൽ ആ ഭേദഗതിയിലാണ് GST നിലവിൽ വന്നത് 2017.
പിന്നെ GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഒന്നും കംപ്ലീറ്റ് വായിക്കുന്നില്ല. നമുക്ക് എന്താണോ പരീക്ഷയ്ക്ക് ആവശ്യം അത് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 101 അല്ലേ, 101 ഭേദഗതിയിലാണ് GST അവതരിപ്പിച്ചത്. 2017 ദെൻ ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST എന്നാൽ എന്താണ്? ഒരു പരോക്ഷ നികുതിയാണ്. ഇനി അതേപോലെ ഈ GSTക്ക് ഡുവൽ സ്ട്രക്ചർ ആണുള്ളത്. അതായത് സാധാരണ നമ്മൾ കൊടുക്കുന്ന GST കൊടുക്കുന്ന സമയത്ത് അതെന്താണ്, CGSTയിലേക്കും പോകുന്നുണ്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും പോകുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പോകുന്നുണ്ട്. അതായത് CGSTയും ഉണ്ട്, അതേപോലെ SGSTയും ഉണ്ട്. CGST എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ GST ആണ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST ആണ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെയും കേരളത്തിൻ്റെയും, ഇപ്പം നമ്മുടെ ആണെങ്കിൽ കേരളത്തിൻ്റെയും, അതേപോലെ സെൻട്രൽ GST കേന്ദ്രത്തിൻ്റെയും വരുന്നുണ്ട്. ഇനി അതുകൂടാതെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ, IGST എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന് കൊടുക്കേണ്ടി വരുന്ന നികുതിയാണ് ഇൻ്റഗ്രേറ്റഡ് GST അല്ലെങ്കിൽ IGST എന്ന് പറയുന്നത്. ഇത് കളക്ട് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് കളക്ട് ചെയ്യുന്നത്. സോ CGST, അതേപോലെ സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിൻ്റെ സ്ലാബുകളെ പറ്റി പറയുമ്പോൾ 5 സ്ലാബുകളാണുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 0%, 5%, 12%, 18%, 28%. എത്രയാണ്? 5 സ്ലാബ്സ് ആണ്. 0, 5, 12, 18, 28. 0, 5, 12, 18, 28. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ പറഞ്ഞു 2017 പറഞ്ഞു അല്ലേ. ഈ 2017 കൃത്യമായിട്ട് ഡേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത്. ഇനി GSTയുടെ പൂർണ്ണ രൂപം നിങ്ങൾക്കറിയാമായിരിക്കും. ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. ചരക്ക് സേവന നികുതി. ഓക്കെ, അപ്പോൾ GSTയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കാം. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഏതിന് തുല്യമാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി ഇപ്പം നോക്കിക്കൊള്ളുക, എന്താണ് റവന്യൂ കമ്മി? റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ, സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏപ്രിൽ 1 മുതൽ അല്ലേ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് ലഭിക്കുന്ന റവന്യൂ ചിലവിൽ നിന്നും റവന്യൂ വരുമാനം കുറച്ചാൽ ലഭിക്കുന്നതാണ് റവന്യൂ കമ്മി. എന്താ പറഞ്ഞത്? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് ലഭിക്കുന്ന റവന്യൂ ചിലവിൽ നിന്നും റവന്യൂ വരുമാനം കുറച്ചാൽ ലഭിക്കുന്നതാണ് റവന്യൂ കമ്മി. ഇനി ആകെ ചിലവിൽ നിന്ന് റവന്യൂ വരുമാനവും കടബാധ്യതയില്ലാത്ത മൂലധന വരവും കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ധനക്കമ്മിയാണ്. എന്താണ് ധനക്കമ്മി? ആകെ ചിലവിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? റവന്യൂ വരുമാനവും പിന്നെ കടബാധ്യതയില്ലാത്ത മൂലധന വരവും കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് ധനക്കമ്മി. പിന്നെ മറ്റൊന്നും കൂടെ നമുക്ക് നോക്കാനുണ്ട്, പ്രാഥമിക കമ്മി. അതായത് പലിശ അടവുകൾക്കല്ലാതായി എത്രമാത്രം തുക സർക്കാർ കടമെടുക്കുന്നു എന്നതിനെ കാണിക്കുന്നതാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കമ്മികളും ഒന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലൊന്നും ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകൾ നമ്മൾ പറയാനില്ല, ഒരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ചോദിച്ചതാണ് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട്. ഇത് എഴുതിയതാര് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വി
അനന്ത നാഗേശ്വരനാണ് ഈ ഒരു ദ ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന റിപ്പോർട്ട് എഴുതിയത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സിറ്റിസൺ ചാർട്ടർ. എന്താണ്? സിറ്റിസൺ ചാർട്ടർ. ഓക്കെ, അപ്പോൾ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, NSSOൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്, കാരണം 2 ഓപ്ഷനും ഉണ്ട്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും ഉണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ പേര് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നാണ്, പക്ഷെ മുമ്പ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നായിരുന്നു അറിയപ്പെട്ടത്. സോ രണ്ടും ഓപ്ഷനിലുള്ളത് കൊണ്ടാവാം ഇത് ഈ ക്വസ്റ്റ്യൻ PSC ഫൈനൽ ആൻസർ കീയിലേക്ക് വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു വച്ചേക്കാം. ഈ ഒരു NSSO, അതായത് അതിൻ്റെ ശരിക്കും ഇപ്പോൾ ഉള്ള ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നായിരുന്നു. ഇത് മുമ്പ് ഫോമർലി അറിയപ്പെട്ടിരുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നായിരുന്നു. അപ്പോൾ മുമ്പ് ഓർഗനൈസേഷൻ എന്നായിരുന്നു അറിയപ്പെട്ടത്, ഇപ്പോഴോ ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇത് എന്നാണ് ഫോം ചെയ്തത്? 1950-ലാണ്. അപ്പോൾ NSSO ഫോം ചെയ്തത് എന്നാണ്? 1950-ലാണ്. ഇനി ഇപ്പോൾ ഈ NSSOയും അതേപോലെ CSO, നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയും, അതായത് എന്താണ് നമ്മുടെ ദേശീയ വരുമാനമൊക്കെ കണക്കാക്കുന്ന ആ ഒരു ഏജൻസിയും കൂടെ മെർജ് ചെയ്ത് NSO ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തും PSC ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് മെർജ് ചെയ്തത്? NSSO, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും അതേപോലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും, ഇതും കൂടെ രണ്ടും കൂടെ മെർജ് ചെയ്ത് NSO ആയിട്ട് മാറി, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായിട്ട് മാറി. ഈ ഒരു മെർജിങ് നടന്നത് 2019 മെയ്യിലാണ്. 2019 മെയ്യിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ 7 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, പക്ഷെ എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു. 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 105-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി ബാക്കി വരുന്ന ഭരണഘടനാ ഭേദഗതികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യം 100ാമത്തെ ഭേദഗതി നോക്കാം. 100ാമത്തെ ഭരണഘടനാ ഭേദഗതി ഇത് 2015-ലാണ് വരുന്നത്. എന്നാണ്? 2015-ലാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പര കൈമാറലുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 100ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത പോയിന്റ് ഓർത്തു വെക്കേണ്ടത്, ഇത് പാർലമെന്റ് പാസ്സാക്കിയത്, ഈ ഒരു ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് 2015 മെയ് 7-നാണ്. 2015 മെയ് 7-നാണ്. ഇന്ത്യയിൽ ഉൾപ്പെട്ട 111 പ്രദേശങ്ങളെ ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിൽ ഉൾപ്പെട്ട 51 പ്രദേശങ്ങളിലെ ഇന്ത്യക്കുമാണ് കേട്ടോ കൈമാറിയത്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് 101-ാം ഭേദഗതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്, എപ്പോഴും പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതുമാണ്. 101-ാം ഭേദഗതി 2016-ലാണ് കേട്ടോ, തൊട്ടടുത്ത വർഷമാണ്, 2016-ലാണ്. GST ഭരണഘടനയിൽ, GST നമുക്കറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ, ആ GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101-ാം ഭേദഗതിയാണ്. അപ്പൊ GST ബില്ല് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കിയത് എന്നാണെന്നും രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്നും അതേപോലെ തന്നെ ഇത് എന്താണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ GST ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. 2015 മെയ് 6-നാണ്.
ഇത് രാജ്യസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. 2016 ഓഗസ്റ്റ് 3-നാണ്. ഇനി എന്നാണ് ഈ GST ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് സൈൻ ചെയ്തത് എന്നാണ്? 2016 സെപ്റ്റംബർ 8-നാണ്. അങ്ങനെ GST ബില്ല് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്, 2017 ജൂലൈ 1-നാണ്. എന്നാണ്? 2017 ജൂലൈ 1-നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. ഇക്കണോമിക്സിലും ഒക്കെ ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ 101-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ്. ഇത് ലോക്സഭ പാസാക്കിയ 2015 മെയ് 6-നാണ്. രാജ്യസഭയാണെങ്കിൽ 2016 ഓഗസ്റ്റ് 3-നാണ്. രാഷ്ട്രപതി സൈൻ ചെയ്തത് 2016 സെപ്റ്റംബർ 8-നാണ്. എന്നാണ് നിലവിൽ വന്ന? 2017 ജൂലൈ 1-നാണ്. ഇനി ഈ GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ആസാമാണ് കേട്ടോ. ആസാമാണെന്ന് ഓർത്തു വെച്ചേക്കുക. പിന്നെ രണ്ടാമതായിട്ട് പാസ്സാക്കിയത് ബീഹാർ ആണ് കേട്ടോ. ആദ്യം ആസാമാണ്, ദെൻ ബീഹാർ ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. സോ 101, 100 ഈ രണ്ട് ഭേദഗതികൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഭേദഗതി ഏതാണ് നോക്കാനുള്ളത്? 106-ാം ഭേദഗതിയാണ്. അപ്പോൾ അവിടെ ഓർത്തു വെക്കണം, 106-ാം ഭരണഘടനാ ഭേദഗതി വരുന്നത് 2023-ലാണ്. എന്നാണ്? 2023-ലാണ്. ഇത് എന്താ പറയുന്നത്? ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭ ഇവയിലെയൊക്കെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ടുള്ള സംവരണവും എന്താണ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2023 സെപ്റ്റംബറിലാണ് ഇത് പാസ്സാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ എന്താണ്? ലോക്സഭ, സംസ്ഥാന നിയമസഭ, ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭ ഇവയിലൊക്കെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക എന്നുള്ളതാണ്. വനിതാ സംവരണ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അതാണ് 106-ാമത്തെ ഭേദഗതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു ചോദിച്ചത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇത് മറ്റ് രീതിയിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്, അപ്പൊ അതും കൂടെ ഞാനിവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒന്ന്, ഈ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് അങ്ങനെ ചോദിച്ചാലും ആരാണ്? അത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഇനി ഇവിടെ നന്ദലാൽ ബോസിനെ പറ്റി ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? അത് നന്ദലാൽ ബോസ് ആണ്. അതേപോലെ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വസന്ത് കൃഷ്ണ വൈദ്യാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 28-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത് ഡിലീറ്റഡ് ആണ്. ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബീഹാർ ആണ്. നമ്മുടെ GST ബില്ല് അല്ലെങ്കിൽ GST രണ്ടാമതായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം തന്നെയാണ്, ബീഹാർ ആണ് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് 5-ാമത് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 356 ആണ്. അപ്പൊ ഇതിലെ പല ആർട്ടിക്കിളും പല പരീക്ഷകളിലൊക്കെ ആയിട്ട് PSC ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്താണ് 356-ാമത്തെ ആർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കുക. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ പറയുന്ന ആർട്ടിക്കിളാണ് 356, ആർട്ടിക്കിൾ 356. അപ്പൊ അതെന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നതെന്ന് കൂടെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ.
സംസ്ഥാനത്തെ ഗവർണറിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനോ മറ്റോ ഈ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസൃതമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ വിളംബരത്തിലൂടെ രാഷ്ട്രപതിക്ക് എന്തെല്ലാം ചെയ്യാമെന്നാണ് ഈ പറയുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളും സംസ്ഥാന നിയമസഭ ഒഴികെയുള്ള ഗവർണറിനോ സംസ്ഥാനത്തെ ഏതെങ്കിലും സ്ഥാപനത്തിനോ അധികാരിക്കോ യുക്തമായതോ പ്രയോഗിക്കാൻ കഴിയുന്നതോ ആയ എല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും സ്വയം ഏറ്റെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ സംസ്ഥാന സർക്കാരിന്റെ ഒന്നില്ലെങ്കിൽ എല്ലാ അധികാരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ അധികാരങ്ങൾ സ്വയം വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാം. ദെൻ സംസ്ഥാന നിയമസഭയുടെ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധികാരത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ കീഴിലോ വിനിയോഗിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കാം. പിന്നെയോ മൂന്നാമത്തത്, സംസ്ഥാനത്തെ ഏതെങ്കിലും സ്ഥാപനവുമായോ അധികാരവുമായോ ബന്ധപ്പെട്ട ഈ ഭരണഘടനയിലെ ഏതെങ്കിലും വ്യവസ്ഥകളുടെ പ്രവർത്തനം പൂർണ്ണമായോ ഭാഗികമായോ നിർത്തിവെക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെ വിളംബരത്തിന്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് ആവശ്യമോ അഭികാമ്യമോ ആണെന്ന് പ്രസിഡന്റിന് തോന്നുന്ന അത്തരം ആകസ്മികവും ആന്തരഫലവുമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ സംജാതമായാൽ രാഷ്ട്രപതിക്ക് ഭരണം ഏറ്റെടുക്കാം. ദെൻ അടുത്ത നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 352 ആർട്ടിക്കിളിനെ പറ്റി, അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ദെൻ അടുത്ത നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 360. ഇത് കൃത്യമായിട്ട് എടുത്തു പറയുവാണെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് 360 പറയുന്നത്. അപ്പൊ 352 മുതൽ 360 വരെ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ്. അതിൽ 360 എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ദെൻ നമ്മുടെ ഓപ്ഷനിൽ 362 ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോ ഇല്ല. ആ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിള് ഇപ്പൊ റദ്ദാക്കിയിട്ടുണ്ട്. സോ അപ്പൊ അതിനെപ്പറ്റി പഠിക്കേണ്ടതില്ല. സോ അപ്പൊ ഈ 356 ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ സംവിധാനങ്ങളുടെ പരാജയം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, അതായത് രാഷ്ട്രപതി ഭരണം നടത്താവുന്നതാണ്. ഓക്കെ, പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നാട്യകൽപദ്രുമാണ്. ഇനി ഈ ഒരു കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പോയിന്റുകൾ കൂടെ നമുക്കൊന്ന് ഓർത്തു വച്ചേക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ യുനെസ്കോ അംഗീകരിച്ച അല്ലെങ്കിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു നൃത്തരൂപം കൂടിയാണ് ഏത്? കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കൂടിയാട്ടത്തിൽ നൃത്തത്തേക്കാൾ പ്രാധാന്യമുള്ളത് ഏതിനാണ്? അഭിനയ കലയ്ക്കാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തേക്കുക, പൂർണ്ണമായിട്ടും ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ 41 ദിവസമാണ്. എത്രയാണ്? 41 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനോട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ഈ ക്വസ്റ്റ്യനാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു കൂടിയാട്ടമാണ് ഒരെണ്ണം എന്ന് പറഞ്ഞല്ലേ, മറ്റൊന്നും മുടിയേറ്റാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൂടിയാട്ടവും മുടിയേറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. കാളി ദേവിയും ദാരിക എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പുരാണ കഥ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഒരു അനുഷ്ഠാന നാടകമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാളി ദേവിയും ദാരികൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ധാരികവധം എന്നൊക്കെ പറഞ്ഞ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ധാരികവധം അല്ലെങ്കിൽ കാളി ദേവിയും ദാരികൻ എന്ന അസുരനും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ പുരാണ കഥ അവതരിപ്പിക്കുന്ന നൃത്തരൂപം ഏത് എന്നുള്ള രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് മുടിയേറ്റാണ്. ഭഗവതി അഥവാ ഭദ്രകാളി ആരാധനയുടെ ഭാഗമായ ഈ ആചാരം ഭഗവതി ക്ഷേത്രങ്ങളിൽ സാധാരണയായി വിളവെടുപ്പിന് ശേഷം
ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. യുനെസ്കോയുടെ മനുഷ്യത്വത്തിൻ്റെ അദൃശ്യ സാംസ്കാരിക പൈതൃകമാണ് മുടിയേറ്റ്. കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കലാരൂപമാണത്. സോ ആദ്യമായിട്ട് യുനെസ്കോയുടെ ആ ഒരു പട്ടികയിൽ ഇടം പിടിച്ചത് കൂടിയാട്ടമാണ് അല്ലേ. അതിനുശേഷം മുടിയേറ്റ്. സോ ഇങ്ങനെ രണ്ടെണ്ണമാണ്, മുടിയേറ്റുമുണ്ട് കൂടിയാട്ടവും ഈ ഒരു യുനെസ്കോയുടെ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൽ നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഗ്രീസാണ്. ഗ്രീസിൽ നിന്നുള്ള ടീമാണ് ആദ്യം എപ്പോഴും മാർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യ പാരാലിമ്പിക്സിൻ്റെ വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് റോമാണ്. ഇറ്റലിയിലെ റോമാണ് ആദ്യ പാരാലിമ്പിക്സിന് വേദിയായത്. ദെൻ അടുത്തത്, ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരം ചോദിച്ചാൽ അത് ലണ്ടനാണ്. ഏറ്റവും കൂടുതൽ തവണ ലണ്ടനാണ് വേദിയായിട്ടുള്ളത്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യം, നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ. ഉത്തരം ഏതാണ്? ഗ്രീസാണ്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസാണ്. അപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം കൂടെ പഠിച്ചു വെച്ചേക്കുക. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് ഏതാണോ ആതിഥേയ രാജ്യം, അതാണ് അവസാനം മാർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തെ കൂടി നമുക്കൊന്ന് പഠിക്കണം. കാരണം അതിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പരസ്പരം കോർത്തിട്ടുള്ള 5 വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നമായിട്ട് പറയുന്നത്. എത്ര വളയങ്ങളാണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോണേ. 5 വളയങ്ങളാണ്, പരസ്പരം കോർത്ത 5 വളയങ്ങളാണ്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് ഈ ഓരോ നിറങ്ങളും ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യം ഏത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നിറങ്ങൾ എന്ന് ആദ്യം ഒന്ന് നോക്കിക്കേ. കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട് അല്ലേ. ഇനി കറുപ്പാണെങ്കിൽ ആഫ്രിക്കയാണ് സൂചിപ്പിക്കുന്നത്, ചുവപ്പാണെങ്കിൽ അമേരിക്ക, മഞ്ഞയാണെങ്കിൽ ഏഷ്യ, നീലയാണെങ്കിൽ യൂറോപ്പ്, പച്ചയാണെങ്കിൽ ഓസ്ട്രേലിയ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കറുപ്പ് ആഫ്രിക്ക, ചുവപ്പ് അമേരിക്ക, മഞ്ഞ ഏഷ്യ, നീല യൂറോപ്പ്, പച്ച ഓസ്ട്രേലിയ. ഓക്കെ അല്ലേ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഡേവിസ് കപ്പ് ടെന്നീസിനുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ അപ്പം ഓരോന്നും ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് പഠിക്കണം. ആദ്യം ഈ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന ടെന്നീസിനെ പറ്റി നോക്കാം, ലോൺ ടെന്നീസ്. അപ്പോൾ അവിടെ കൊടുക്കുന്നത് ഏതൊക്കെയാണ്? ഡേവിസ് കപ്പ്, അതേപോലെ ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, പിന്നെ ഹോഫ്മാൻ കപ്പ്, വിംബിൾഡൺ. ഓക്കെ, അപ്പോൾ ഈ 6 എണ്ണമാണ്. പേര് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ടെന്നീസ് ആണെങ്കിൽ ഏതൊക്കെയാണ്? ഡേവിസ് കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഹോഫ്മാൻ കപ്പ്, വിംബിൾട്ടൺ. ഏതൊക്കെയാണ്? വിംബിൾട്ടൺ, ഡേവിസ് കപ്പ്, ഹോഫ്മാൻ കപ്പ്, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അതേപോലെ തന്നെ ബാസ്കറ്റ് ബോളിനാണെങ്കിലോ BC ഗുപ്ത ട്രോഫി, സ്പോർട്ട് മെമ്മോറിയൽ ട്രോഫി, SM അർജുന ട്രോഫി, വില്യം ജോൺസ് കപ്പ്. അപ്പോൾ ഈ 4 എണ്ണം എന്താണ്? ബാസ്കറ്റ് ബോളിന് നൽകുന്ന ട്രോഫികളാണ്. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബാഡ്മിൻ്റൻ്റെ ആണ്. യോനെക്സ് കപ്പ്, തോമസ് കപ്പ്, അഗർവാൾ കപ്പ്, യൂബർ കപ്പ്, കോണിക്ക കപ്പ്, സുധിർമൻ കപ്പ്. ഇതെല്ലാം ഏതാണ്? ബാഡ്മിൻ്റന് വേണ്ടിയിട്ട് നൽകുന്നതാണ്. ദെൻ അടുത്തത് ഫുട്ബോളാണ്. ഈ ഫുട്ബോളാണ് ഇതുവരെ നമ്മൾ പഠിച്ചതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുട്ബോളും ടെന്നീസും ക്രിക്കറ്റുമാണ് എപ്പോഴും ചോദിച്ച് കാണാറ്. അപ്പം നോക്കാം, ഡൂറൻറ്റ് കപ്പ് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഡൂറൻറ്റ് കപ്പ് എന്തിന് നൽകുന്നതാണ്? ഫുട്ബോളിന് നൽകുന്നതാണ്. ദെൻ സന്തോഷ് ട്രോഫി, റോവേഴ്സ് കപ്പ്, UEFA കപ്പ്, യൂറോ കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, FA കപ്പ്, ഇന്ത്യൻ സൂപ്പർ ലീഗ്, കോപ്പ അമേരിക്ക,
കോൺഫെഡറേഷൻസ് കപ്പ്. ഇതെല്ലാം ഫുട്ബോളിനാണ്. ഏതൊക്കെയാണ്? ഡൂറൻ്റ് കപ്പ്, സന്തോഷ് ട്രോഫി, റോവേഴ്സ് കപ്പ്, UEFA കപ്പ്, യൂറോ കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, FA കപ്പ്, ഇന്ത്യൻ സൂപ്പർ ലീഗ്, കോപ്പ അമേരിക്ക, കോൺഫെഡറേഷൻസ് കപ്പ്. ദെൻ അടുത്തത് ക്രിക്കറ്റിന് ആഷസ് കപ്പ്, GD ബിർള ട്രോഫി, രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ചാമ്പ്യൻസ് ട്രോഫി, CK നായിഡു ട്രോഫി, ഇറാനി ട്രോഫി, വിസ്ഡൺ ട്രോഫി, ചാർമിനാർ ചലഞ്ച് കപ്പ്. ഇതെല്ലാം ക്രിക്കറ്റിന് നൽകുന്ന അംഗീകാരങ്ങളാണ്. അപ്പോൾ അത്രയാണ് കേട്ടോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. 10th ലെവലായിക്കോട്ടെ, LGS ലെവലായിക്കോട്ടെ, ഇതിലൊക്കെ ചോദിക്കാറുള്ളതാണ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. PC കുട്ടിക്കൃഷ്ണൻ്റെ ആണോ PC ഗോപാലൻ്റെ ആണോ? എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന അതാണ്. കറക്റ്റ് ആൻസർ PC ഗോപാലനാണ് കേട്ടോ. PC ഗോപാലൻ്റെ തൂലികാ നാമമാണ് എന്ത്? നന്ദനാർ എന്ന് പറയുന്നത്. PC കുട്ടിക്കൃഷ്ണനാണെങ്കിൽ ഉറൂബാണ്. തമ്മിലത് മാറിപ്പോവരുതേ. അപ്പം നമുക്ക് കുറച്ച് പേരുടെ ഇത്തരത്തിലുള്ള ആ ഒരു തൂലികാ നാമം ഒന്ന് പഠിച്ചു വച്ചേക്കാം. ആദ്യം നോക്കാം. ചെറുകാട് മലങ്കാടൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് P ഗോവിന്ദ പിഷാരടിയാണ്. P ഗോവിന്ദ പിഷാരടി ചെറുകാട് മലങ്കാടൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ദെൻ പവനനാണ് PV നാരായണൻ നായർ. പവനൻ എന്ന് വിളിക്കപ്പെടുന്നത് PV നാരായണൻ നായരെയാണ്. അടുത്തത് T ഉബൈദ് എന്ന് വിളിക്കുന്നത് അബ്ദുൾ റഹ്മാനെയാണ്. T ഉബൈദ് എന്ന് വിളിക്കുന്നത് അബ്ദുൾ റഹ്മാനെയാണ്. നെക്സ്റ്റ് വൺ ആശാ മേനോൻ എന്ന് വിളിക്കുന്നത് K ശ്രീകുമാരനെയാണ്. ഇപ്പോൾ ചെറുകാട് അല്ലെങ്കിൽ മലങ്കാടൻ എന്നറിയപ്പെടുന്നത് P ഗോവിന്ദ പിഷാരടിയാണ്. PV നാരായണൻ നായർ എന്താ വിളിക്കുന്നത്? പവനൻ എന്നാണ്. ദെൻ അബ്ദുൾ റഹ്മാനെയാണ് ഉബൈദ് എന്ന് വിളിക്കുന്നത്, T ഉബൈദ്. ആശാ മേനോൻ K ശ്രീകുമാറാണ്. ദെൻ അടുത്തത് മൂലൂർ. മൂലൂർ S പത്മനാഭ പണിക്കർ അല്ലേ? മൂലൂർ എന്ന് വിളിപ്പേരുള്ളത് S പത്മനാഭ പണിക്കർക്കാണ്. പാറപ്പുറത്ത് എന്ന് വിളിപ്പേരുള്ളത് KE മത്തായിക്കാണ്. പാറപ്പുറത്ത് KE മത്തായി. ദെൻ അടുത്തത് വിലാസിനി. വിലാസിനി MK മേനോനാണ് വിലാസിനി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കോവിലൻ. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കപിലൻ എന്നറിയപ്പെടുന്നത് K പത്മനാഭൻ നായരാണ്. കോവിലൻ VV അയ്യപ്പൻ, കപിലൻ K പത്മനാഭൻ നായർ. ദെൻ പ്രഭ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് നമുക്ക് ഏവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീറാണ്. പ്രഭ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. ഉറൂബ് എന്താണ് അറിയപ്പെടുന്നത്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്നറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. ദെൻ ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് KM മാത്യു ആണ്. KM മാത്യു ആണ്. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. ഓക്കെ. ദെൻ മാലി എന്നറിയപ്പെടുന്നത് V മാധവൻ നായരാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ, കണ്ടം ബച്ച കോട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയേക്കാം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയലാണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയൽ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് JC ഡാനിയലാണ്. ഇത് പുറത്തിറങ്ങിയത് 1928 ഇത് പുറത്തിറങ്ങിയത്. ഇനി എവിടെയായിരുന്നു വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം നടന്ന സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ആണ്.
ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സാണ്. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന താൽക്കാലിക സ്റ്റുഡിയോ സ്ഥാപിച്ചത് JC ഡാനിയലാണെന്നും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക. ദെൻ അടുത്തത് മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. 1933 ഇതിറങ്ങിയത്. രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. എന്നാൽ മലയാളത്തിലെ ആദ്യ ചരിത്ര സിനിമയും ഏത് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. ദെൻ മാർത്താണ്ഡവർമ്മ എന്നൊരു നോവലുണ്ട്. ഇതെഴുതിയത് CV രാമൻപിള്ളയാണ്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻപിള്ളയാണ്. ഇനി മലയാളത്തിലെ ആദ്യ ചിത്രത്തിനെ പറ്റി, മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. എന്നാൽ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ അത് ബാലനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ബാലനാണ്. ബാലൻ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം ചോദിച്ചാൽ 1938ആണ്. 1938 ബാലൻ എന്ന സിനിമ പുറത്തിറങ്ങിയത്. ദെൻ ബാലൻ എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി S നൊട്ടാണിയാണ്. ആരാണ്? S നൊട്ടാണിയാണ്. ബാലൻ സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയാണ്. മുതുകുളം രാഘവൻ പിള്ളയാണ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി ഏതാണ്? ആൻസർ വരുന്നത് മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? CV രാമൻപിള്ളയാണ് അല്ലേ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. മലയാളി മെമ്മോറിയലെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ശ്രീമൂലം തിരുനാളിനാണ്. ഇത് സമർപ്പിച്ചത് 1891 1891. ദെൻ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് GP പിള്ളയാണ്. ആരാണ്? GP പിള്ളയാണ്. അടുത്തത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൽ 1891 നമ്മുടെ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ്. ഡോക്ടർ B ആനന്ദകൃഷ്ണനാണ്. IT-യിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലും നമ്മുടെ NCERT പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആ ഒരു റിലേറ്റഡ് ഫാക്റ്റുകളും ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ടറിൽ ബൂട്ട് അപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണെന്നാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് റീഡ് ഒൺലി മെമ്മറി അഥവാ ROM ആണ് ബൂട്ടപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ മെമ്മറി ഡിവൈസിനെ പറ്റി എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിലെ മെമ്മറീനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറി എന്ന് പറയും, മറ്റൊന്ന് സെക്കൻഡറി മെമ്മറി എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്നിങ്ങനെ രണ്ടായിട്ടാണ് മെമ്മറീനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ പ്രൈമറി മെമ്മറിയിലും സെക്കൻഡറി മെമ്മറിയിലും മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് പ്രൈമറി മെമ്മറിയാണ്. ഇനി അടുത്തത് നമ്മൾ റാമിനെ പറ്റി പറയുവാണ്. ഈ പ്രൈമറി മെമ്മറി തന്നെ റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, ROM ഉണ്ട്, റീഡ് ഒൺലി മെമ്മറി ഉണ്ട്. അപ്പോൾ റാമിനെ പറ്റി മനസ്സിലാക്കേണ്ടത്, റാം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള മെമ്മറിയാണ്. റാം എന്നത് ഒരു താൽക്കാലിക മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻസൊക്കെ നഷ്ടമാകുന്ന മെമ്മറിയാണിത്. എന്താണിത്? ടെമ്പററി ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അതുകൊണ്ട് ടേൺ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? ഇൻഫർമേഷൻസ് നഷ്ടമാകും. ഇനി റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നു. അപ്പോൾ റാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കി വെച്ചേക്കുക, പ്രൈമറി മെമ്മറി 2 തരമാണുള്ളത്. റാം ഉണ്ട്, ROM ഉണ്ട്. ഫുൾ ഫോം ഓർക്കുക. റാം ആണെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി,
റോം ആണെങ്കിൽ റീഡ് ഒൺലി മെമ്മറി. ഇനി വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത്, ഇത് സ്ഥിരം PSC യുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. നോൺ വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത് റോം ആണ്. ഓക്കെ, വോളറ്റൈൽ റാം ആണ്, നോൺ വോളറ്റൈൽ റോം ആണ്. ഇനി റോമിൻ്റെ 3 വിഭാഗങ്ങൾ കൂടി ഒന്ന് ഓർത്തു വച്ചേക്കുക. അപ്പോൾ പ്രോം ഉണ്ട്, അതായത് PROM എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. പിന്നെ EPROM, അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ദെൻ അടുത്തത് EEPROM, ഇലക്ട്രിക്കൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇങ്ങനെ റോമിൻ്റെ തന്നെ 3 വിഭാഗങ്ങളാണുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ സെക്കൻഡറി മെമ്മറി ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നതാണ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഇനി NCERTയിൽ ഈ ഒരു സ്റ്റോറേജിനെ പറ്റി പറയുന്ന ഭാഗം കൂടി ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ പ്രാഥമിക സംഭരണം അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ്, ഇത് പ്രധാന മെമ്മറി എന്നും അറിയപ്പെടുന്നു. ഇതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്നും റീഡ് ഓൺലി മെമ്മറി എന്നും വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഡാറ്റയും നിർദ്ദേശങ്ങളും ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഇടക്കാല ഫലങ്ങളും റാമിൽ സൂക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ തൊട്ട് മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങളും ഇത് സൂക്ഷിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് റോമിൽ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ബൂട്ടപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ റോമിൽ അടങ്ങിയിരിക്കുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU പ്രധാന മെമ്മറിയെ വളരെ വേഗത്തിൽ നേരിട്ട് ഉപയോഗിക്കാം. എന്നാൽ പ്രാഥമിക സംഭരണ ഘടകം വില കൂടിയതും പരിമിതമായ സംഭരണശേഷിയുമുള്ളതാവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ അടുത്തതാണ് സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ ദ്വിതീയ സംഭരണം എന്ന് പറയുന്നത്. ഇത് സഹായക സംഭരണ ഘടകം എന്നും അറിയപ്പെടുന്നു. സെക്കൻഡറി സംഭരണ ഘടകത്തിന് പ്രാഥമിക സംഭരണ ഘടകത്തിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാനാവും. വലിയ സംഭരണ ശേഷിയുള്ള ഇവയിൽ ഡാറ്റ, പ്രോഗ്രാമുകൾ, വിവരങ്ങൾ എന്നിവ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുന്നു. പക്ഷേ നാം ഇതിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി സ്റ്റിക്ക് മുതലായവ ദ്വിതീയ സംഭരണ ഘടകത്തിന് ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി സ്റ്റിക്ക്, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന ഒരു ടേബിളും കൂടെ നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഞാനതിവിടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്നുകൂടെ നമുക്കൊന്ന് നോക്കാവേ. ആദ്യം റാമിൻ്റെ കേസ് പറയുമ്പോൾ റോമിനേക്കാളും, അതായത് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസാന്ന് പറഞ്ഞു രണ്ടും അല്ലേ, പ്രൈമറി മെമ്മറിയാണ് രണ്ടും, റാം റോം നമ്മൾ പറഞ്ഞു. പക്ഷേ റോമിനേക്കാൾ വേഗത കൂടുതലുള്ളത് റാമിനാണ്. അപ്പോൾ റാമിന് റോമിനേക്കാൾ വേഗത കൂടുതലാണ്. അപ്പോൾ റോമിൻ്റെ വേഗത എന്താണ്? കുറവാണ്. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട പോയിന്റ്. ആർക്കാണ് വേഗത കൂടുതൽ? റാമിനാണ് വേഗത കൂടുതൽ. ദെൻ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സൂക്ഷിക്കുന്നത് റാമാണ്. ദെൻ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുവാനുള്ള പ്രോഗ്രാം ഏതാണ് സൂക്ഷിക്കുന്നത്? അത് റോമാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. റാമാണ് ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും അനുവദിക്കുന്നത്. സാധാരണയായി റോമിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ദെൻ റാമിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നതിനാൽ ഇതൊരു അസ്ഥിര മെമ്മറിയാണ്, അതായത് ഒരു ടെമ്പററി മെമ്മറിയാണ്. എന്നാൽ കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടാത്തതിനാൽ ഇതൊരു സ്ഥിര മെമ്മറിയാണ്. ഏത്? റോം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ അടുത്തത് എപ്പോഴും എക്സാമിൽ ചോദിച്ച് കാണുന്ന ഒരു മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി എന്ന് പറയും, ക്യാഷി മെമ്മറി എന്നൊക്കെ പറയാം. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിലെടുക്കുവാൻ വേണ്ടി ക്യാഷ് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പ്രോസസ്സർ റാമിലെ ഒരു ലൊക്കേഷനിൽ സംഭരിക്കുന്നതാണ് ഈ ഒരു മെമ്മറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്ക് ഉള്ള ചെറുതും എന്നാൽ വേഗതയേറിയതുമായിട്ടുള്ളൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഇൻ്റർപ്രറ്റർ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റിയും NCERT-യിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിലുള്ള ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, അതായത് അസംബ്ലർ, കമ്പൈലർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് NCERT-യിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പറയുന്നത്. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനായുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനിഷനൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗ്യമാക്കുക എന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ഉപയോക്താവിന് പ്രോഗ്രാമുകൾ പ്രവർത്തിക്കാൻ അനുയോജ്യമായ പരിസ്ഥിതി ഒരുക്കി കൊടുക്കുകയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദെൻ വിവിധ തരത്തിലുള്ള ഭാഷാ പ്രോസസ്സറുകളെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിലാണ് ഈ അസംബ്ലറും ഇൻ്റർപ്രറ്ററും ഒക്കെ വരുന്നത്. ആദ്യം അസംബ്ലർ നോക്കിക്കൊള്ളുക. അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഒരു വിവർത്തകൻ ആവശ്യമുണ്ട്. പ്രോഗ്രാമിലെ പ്രവർത്തികൾ നടപ്പിലാക്കുന്നത് തർജ്ജമ ചെയ്യപ്പെട്ട ശേഷമാണ്. കാരണം കമ്പ്യൂട്ടറിന് യന്ത്ര കോഡ് നിർദ്ദേശം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അസംബ്ലർ യന്ത്രാധിഷ്ഠിതമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അസംബ്ലറിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതാണ്. ദെൻ അടുത്തതാണ് ഇൻ്റർപ്രറ്റർ. ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇൻ്റർപ്രറ്റർ. ഓക്കെ, ഓരോന്നിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ എന്താ പറഞ്ഞത്? ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇൻ്റർപ്രറ്റർ. ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ വെളിപ്പെടുത്തുകയും പ്രവർത്തനം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. തെറ്റ് തിരുത്തിയതിന് ശേഷം മാത്രമേ വിവർത്തനം തുടരുകയുള്ളൂ. ഓക്കെ, ഓർത്ത് വച്ചേക്കുക, ബേസിക് എന്നതൊരു ഇൻ്റർപ്രറ്റഡ് ഭാഷയാണ്. ഓക്കെ, അപ്പം ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറുകളാണ്. പിന്നെ അടുത്തതാണ് കമ്പൈലർ. ഉയർന്ന തലത്തിലുള്ള ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ. ഒറ്റ തവണ കൊണ്ട് തന്നെ അത് പ്രോഗ്രാം മുഴുവനായി വ്യാഖ്യാനിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒറ്റ തവണ കൊണ്ട് എന്താണ് കംപ്ലീറ്റ് പ്രോഗ്രാമും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ കമ്പൈലേഷൻ്റെ അവസാനം ക്രമ നമ്പറോടുകൂടി സന്ദേശങ്ങളായി സ്ക്രീനിൽ തെളിയും. ഓക്കെ, അപ്പോൾ അതാണ് കമ്പൈലറിനെ പറ്റി മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യനാണ്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 1930 ആണ്. 1930 ആണ്. 1930 ആണ്. ഓക്കെ, 44ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യാൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ ഒരു ഫുൾ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഐക്യാൻ എന്നതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പുസ്തകത്തിൽ കുറച്ച് ഫുൾ ഫോം ഇതേപോലെ ഒന്ന് നോക്കി വെക്കാനുണ്ട്. ആദ്യത്തേത് ആസ്കി എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൻ്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതാണ് ആസ്കിയുടെ ഫുൾ ഫോം. പിന്നെ ഇവിടെ നമുക്ക് EBCDIC കണ്ടോ, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്ത് നമുക്ക് ISKI ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതാണ് ISKIയുടെ ഫുൾ ഫോം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ലീവ് കെ ബ്രൂക്സ് ആണ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? അപ്പോൾ നമ്മുടെ ആ ഒരു സിലബസിൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രോമിനൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. ഒരുപാട് പേരെ, ഇപ്പം വിക്രം സാരാഭായ്, അബ്ദുൽ കലാം, ഹോമി ജെ ഭാഭ, CV രാമൻ, അങ്ങനെ കുറേ പേരെ അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്നതിൽ ആർക്കാണ് ഭാരതരത്നം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. അതായത് APJ അബ്ദുൽ കലാമിന് മാത്രമാണ് ഭാരതരത്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അബ്ദുൽ കലാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പഠിക്കാം. എപ്പോഴും ചോദിക്കാറുള്ളത്, നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഒരു പോയിന്റാണ് അല്ലേ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം എന്തെന്നാണ് അറിയപ്പെടുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. ഇനി എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സാമിനും ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ LDCയിൽ, കോട്ടയം ജില്ലയിലൊക്കെ നടന്ന LDCയിൽ ഈ APJ അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും ഇതേപോലെ 11ാമത്തെ രാഷ്ട്രപതിയാണ് എന്നുള്ളതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോമിനൻറ്റ് സയൻറ്റിസ്റ്റ് ഓൾമോസ്റ്റ് ഹിസ്റ്ററിയിലും പലയിടത്തും ഒക്കെ വരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് മറ്റ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്, 11ാമത്തെ രാഷ്ട്രപതിയാണ്, തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പറഞ്ഞു, ഇദ്ദേഹം ശാസ്ത്രജ്ഞനാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ആര്? APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു. ഇനി 1997 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചു. അപ്പോൾ എന്നാണ് ലഭിച്ചത്? 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത്. ലോക വിദ്യാർത്ഥി ദിനമായി UN ആഘോഷിക്കുന്നത് അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 സോ അവിടെ 2 പോയിന്റ് ഉണ്ട്. എന്നാണ് ലോക വിദ്യാർത്ഥി ദിനം? ഒക്ടോബർ 15. ഇത് ആരുടെ ജന്മദിനമാണ്? APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് നമുക്കൊക്കെ അറിയാമല്ലേ, അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ എന്ന് പറയും, അഗ്നിച്ചിറകുകൾ. ഓക്കെ, സോ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ APJ അബ്ദുൽ കലാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കുക. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വിക്രം സാരാഭായ് ഉണ്ട്, ഹോമി ഭാഭയുണ്ട് അല്ലേ, ഹോമി ജെ ഭാഭ, ഹോമി ജഹാംഗീർ ഭാഭ. അപ്പോൾ ഇവരെ രണ്ടുപേരെ പറ്റി കൂടെ നോക്കാം. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ ISROയുടെ പ്രഥമ ചെയർമാൻ, നമ്മുടെ ISRO 1969 ഫോം ചെയ്ത നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആണ്. ഇനി അതുകൂടാതെ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയിലാണ് അല്ലേ. ഇത് സ്ഥാപിച്ചത് വിക്രം സാരാഭായ് ആണ്. സോ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ടെറൽസ്, അത് തുമ്പയിൽ സ്ഥാപിച്ചത് വിക്രം സാരാഭായ് ആണ്. ദെൻ അടുത്തത്, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് ഓഗസ്റ്റ് 12 ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ്? വിക്രം സാരാഭായിയുടെയാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഒക്ടോബർ 15 UN എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ലോക വിദ്യാർത്ഥി ദിനമാണ്. അത് ആരുടെ ജന്മദിനമാണ്? അബ്ദുൽ കലാമിൻ്റെയാണ്. ഓക്കെ അല്ലേ. അടുത്ത നമുക്ക് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള, അതായത് വിക്രം സാരാഭായ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് വരാം. ഇത് ഒരെണ്ണം, അതായത് ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക, ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങൾ? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ്, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്
ഏതൊക്കെയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL, ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ. ഇനി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഇതിനെ VSSC എന്ന് പറയും. നമ്മുടെ ടെറൽസിൻ്റെ പിന്നീടുള്ള പേരാണ്. അപ്പോൾ ടെറൽസ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ തുമ്പയിൽ ആ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് വിക്രം സാരാഭായ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് വരാനുള്ള കാരണം. ഓക്കെ, ദെൻ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ്, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്തത് നമുക്ക് ഹോമി ജെ ഭാഭ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഭാഭ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം. ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിനെയാണ്. ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭേനെയാണ്. ഇനി ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയമുണ്ടല്ലോ, ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻ്ററാണ് അദ്ദേഹം സ്ഥാപിച്ചതാണ്. ദെൻ ഇന്ത്യൻ ആറ്റോമിക് എനർജി പ്രോഗ്രാമിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ അറ്റോമിക് എനർജി പ്രോഗ്രാമിൻ്റെ മുഖ്യ ശില്പി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ നോക്കാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ആദിത്യ L1 ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. നിങ്ങളൊന്ന് ഓപ്ഷൻസ് നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് സോളാർ അപ്പർ അറ്റ്മോസ്ഫറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യ L1 ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആദിത്യ L1 മിഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ആദിത്യ എന്നുള്ള പേരിൽ നിന്ന് മനസ്സിലാവും എന്താണ്? സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യമാണിത്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് കേട്ടോ. ആദ്യ ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇനി ആദിത്യ L1ൻ്റെ വിക്ഷേപണ തീയതി ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 2 എന്നാണ്. 2023 സെപ്റ്റംബർ 2. എവിടെ നിന്നുമാണ് ISRO നമ്മുടെ ആദിത്യ L1നെ വിക്ഷേപിച്ചത്? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിലെ അല്ലേ, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഈ ഒരു ആദിത്യ L1 വിക്ഷേപിച്ചത്. ദെൻ ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. PSLV C-57 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 4 പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-57 റോക്കറ്റാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? സൂര്യൻ്റെ പുറം ഭാഗത്തെ താപ വ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ, സൗരക്കൊടുക്കാറ്റിൻ്റെ ഫലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനം, അതേപോലെ സൂര്യൻ്റെ ഉപരിതലം, ബാഹ്യവലയങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായിട്ടിത് പഠിക്കുന്നുണ്ട്. പേടകം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെയും എത്തിച്ചേരുന്ന ലഗ്രാഞ്ച് പോയിന്റിലെയും ബഹിരാകാശം എങ്ങനെയാണെന്നും അവിടുത്തെ ചാർജുള്ള കണങ്ങളെക്കുറിച്ചും പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആദിത്യ L1ൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, അതായത് ഇതിനെപ്പറ്റി ആ ഒരു എക്സാം എഴുതി ആരും തന്നെ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല, എങ്കിൽ പോലും നമുക്കിതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്? ജസ്റ്റ് വായിച്ചു നോക്കിക്കൊള്ളുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. അല്ലേ? ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു നാഷണൽ ലെവലിൽ ഒരു ഗ്രീൻ മാനറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? ഇന്ത്യയെ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൻ്റെയും അത് കയറ്റുമതി ചെയ്യാനും ഒക്കെയുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളത് ഏതാണ്? ഇവിടെ ബിയും ഡിയും 2 ഓപ്ഷൻസേ ഉള്ളൂ അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് ഇതും വെട്ടിക്കളെ. ദെൻ അടുത്തത്, ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും അല്ലേ?
തീർച്ചയായിട്ടും ഈ ഒരു ദൗത്യം എന്താണ്, കാർബണൈസേഷൻ, ജലവൈദ്യുതി പദ്ധതികളെയൊക്കെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. സോ അതും എന്താണ്, ശരിയാണ്. അപ്പോൾ തന്നെ ബിയും ഡിയും 2 ഓപ്ഷൻസ് പിന്നെയും വരാം അല്ലേ. മൂന്നാമത്തെ നോക്കിക്കോ, ശുദ്ധമായ ഊർജ്ജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ്ജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. അത് ശരിയാണോ? അല്ല. ഹൈഡ്രജനും ഊർജ്ജവുമായിട്ട് റിലേറ്റഡ് അല്ലല്ലേ. അതായത് നിങ്ങൾ റിസോഴ്സുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും, എനർജി റിസോഴ്സുകൾ. അവിടെ നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ വെച്ചിട്ടുള്ള റിസോഴ്സുകളൊന്നും പറയുന്നില്ല അല്ലേ. അവിടെ ബാക്കി റിന്യൂവബിൾ ആയിട്ടുള്ളതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകളുണ്ട്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇത് ഊർജ്ജത്തിലേക്ക് സംഭാവനയൊന്നും നൽകുന്നില്ല. സോ അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് പറയാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. കറക്റ്റ് ആണല്ലേ, 1986 ഇത് നിലവിൽ വരുന്നത്. ദെൻ 1980 വന സംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. 1980 വന സംരക്ഷണ നിയമവും വരുന്നത്. അതും ശരിയായിട്ടുള്ളതാണ്. ദെൻ മൂന്നാമത്തത്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ഇത് തെറ്റാണ് അല്ലേ. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പം എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയത്? നമുക്ക് നോക്കാം. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ പറ്റി നോക്കാം. NGT എന്താണിത്? പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു നിയമപരമായിട്ടുള്ള ബോഡിയാണ് ഈ NGT എന്ന് പറയുന്നത്. ഇത് 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമത്തിന് കീഴിലാണ് വന്നത്. സോ അതാണ് അവിടെ തെറ്റിപ്പോയത് അല്ലേ. ഇവിടെ 2020 എന്നാണ് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും എന്നാണ് 2010. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഇത്രയും പോയിന്റുകളാണ്. NGT അഥവാ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 2010 2010 2020 അല്ല കേട്ടോ. ദെൻ ഇത് നിലവിൽ വന്നത് 2010 ഒക്ടോബർ 18 2010 ഒക്ടോബർ 18. ഇത് 2019 നടന്ന ഒരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡേറ്റ് മാത്രം, ആ ഒരു ഡേറ്റ് മീൻ ആ ഒരു ഇയർ മാത്രം, എന്നാണ് NGT നിലവിൽ വന്നതെന്നുള്ള രീതിയിൽ. ഓക്കെ. ദെൻ NGTയുടെ സിറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണത്? ഡൽഹിയുണ്ട്, പൂനെയുണ്ട്, കൊൽക്കത്തയുണ്ട്, ഭോപ്പാലുണ്ട്, ചെന്നൈയുണ്ട്. ഏതൊക്കെയാണ്? ഡൽഹി, പൂനെ, കൊൽക്കത്ത, ഭോപ്പാൽ, ചെന്നൈ. 5 സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ സിറ്റിങ്ങുകൾ നടക്കുന്നത്. ഇനി അപേക്ഷകളും ഹർജികളും 6 മാസത്തിനകം തീർപ്പാക്കാൻ അധികാരമാണ് ഈ ഒരു ട്രൈബ്യൂണലിനുള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ NGTയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇതിനടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതൊക്കെയാണ് ശരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ദെൻ അടുത്തത്, 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അടുത്തത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. മേ ബി ഈ ഒരു എക്സാം എഴുതിയവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. കാരണം ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇത് അത്ര കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഓക്കെ. എങ്കിലും ബാക്കി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാർട്ടെങ്കിലും അവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും അത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.